ഹലോ, ഇന്ന് ഞാനൊരു ഉണക്കമീനിൻ്റെ കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് തേങ്ങ അരച്ചാണ് കറി വെച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്. നമ്മൾ മീനൊന്നും കിട്ടാത്ത സമയത്തൊക്കെ നമുക്കിത് ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഏത് ഉണക്കമീനും നമുക്കിതിനെ ഇതുപോലെ തന്നെ കറി വെച്ചെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ചോറിനൊപ്പം കഴിക്കാനായിട്ട് പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാമേ. അതിനായിട്ട് ഞാനിവിടെ ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഞാൻ വാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു ഉപ്പൊക്കെ പോകാൻ കുറച്ചങ്ങ് ഭയങ്കര ഉപ്പാണല്ലോ ഉണക്കമീൻ എന്ന് പറയുമ്പോഴേക്കും. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വന്ന് നല്ല വൃത്തിയാക്കി എടുക്കണം. ഞാനത് കുറേ സമയം ഇങ്ങനെ വെള്ളത്തിലിട്ട് നമ്മളിങ്ങനെ കാടി വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ കഞ്ഞി വെള്ളം, അതിലിട്ട് വെച്ചാലും ഈ പെട്ടെന്ന് അതിൻ്റെ ഉപ്പൊക്കെ കുറച്ചൊക്കെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഞാനിത് വെറും വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ കുറേ നേരം ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇതായി കണ്ടില്ലേ, നല്ല ഒരു വാളക്കറിയാണ് ഇത് നമ്മളുണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ അതിലേക്ക് ഒരു 1.25 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പല രീതിയിൽ പലരും കറി വയ്ക്കാറുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പുളി, നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ പുളിയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിത് ഒരുപാടങ്ങ് കറിയായിട്ടല്ലോ എടുക്കുന്നത്, ഒരു കുഴമ്പ് രൂപത്തിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടങ്ങ് അരയൊന്നും വേണ്ട, ഒരുപാടങ്ങ് അരഞ്ഞ് പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് മഷി പോലെ ഒന്നും അരഞ്ഞിട്ടില്ല. അതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കാനായിട്ടുള്ള ചട്ടി എടുക്കാമേ. ഇനി ആ ചട്ടിയിലോട്ട് ഞാൻ എടുക്കുന്നത് മത്തങ്ങയാണ് കേട്ടോ. മത്തങ്ങയോ വാഴയ്ക്കോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ മത്തങ്ങ ഇട്ടാണ് കറി വയ്ക്കുക. മത്തങ്ങ ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. നമ്മൾ ഈ ഉണക്കമീനിൽ മത്തങ്ങയോ വാഴയ്ക്കയോ ഒക്കെ ചേർത്ത് കറി വയ്ക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തൊണ്ടമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകോ ഏത് മുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർക്കാം, മുരിങ്ങയൊക്കെ ചേർക്കാം. ഇപ്പോൾ ഞാൻ ഇത് 2 മാത്രം വെച്ചിട്ടാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടില്ലേ, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചല്ല അത് അരച്ചെടുത്തിരിക്കുന്നത്. ഒരു കുഴമ്പ് രൂപത്തിലാണ് നമ്മുടെ ഈ കറി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിലൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ഇതുപോലെ നമ്മളൊന്ന് കുഴമ്പ് രൂപത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഈ മത്തങ്ങയൊക്കെ ചേർക്കുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. വാഴയ്ക്ക ചേർക്കാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാഴയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ചിലർ ചക്കക്കുരു ചേർക്കാറുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് ഉണക്കമീൻ കറി വയ്ക്കാമേ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഞാനിത് അടുപ്പത്തും വെച്ചിട്ടില്ല. നമ്മളിതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയുടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാമേ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാള കഷ്ണങ്ങളില്ലേ, ഉണക്ക വാളയില്ലേ, അത് അതിലോട്ടിട്ട് കൊടുക്കുക. ഏത് ഉണക്ക മീനും ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കത് അതിൽ കിട്ടുന്നത് നല്ലതായിട്ടൊന്ന് വെന്ത് വരണമല്ലോ. നമ്മുടെ മത്തങ്ങയും ഇതുമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഇത് നല്ല ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഒരുപാട് ഉപ്പ് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമേ. ഈ ഉണക്കമീനിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഉപ്പായിരിക്കും. ചിലർ ഉപ്പിടാതെ ഉണക്കുന്നതൊക്കെ കിട്ടാറുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു വിധമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാമേ. നമ്മുടെ വാളക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്